നമസ്കാരം. എ ടു സെഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുക. ഓരോ നാടിനെ പറ്റിയും വ്യക്തമായ കാഴ്ചപ്പാടുകളും ആ കാഴ്ചപ്പാടുകളോടുകൂടി ആ നാടിനെ ഭരിക്കാനും കഴിവുള്ളവർ എത്തുമ്പോഴാണ് ആ നാട് വികസനത്തിന് ഒരു മാതൃകയായി മാറുന്നത്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു പുനലൂർ നിയോജകമണ്ഡലം. പുനലൂർ നഗരസഭയും 7 പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് പുനലൂർ നിയോജകമണ്ഡലം. ഈ നിയോജകമണ്ഡലത്തിലെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് നമ്മളോട് ആധികാരികമായി സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഷിഹാബുദ്ദീൻ കാര്യത്താണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്, പൊതുപ്രവർത്തനാണ്. ദീർഘകാലമായി പുനലൂരിനെ പറ്റി ആധികാരികമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. വളരെ നന്ദി ഇത്തരത്തിലൊരു പ്രോഗ്രാമിൽ ഒരു അവസരം തന്നതിന്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഷിഹാബുദ്ദീൻ കാര്യത്ത്. എല്ലാ സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്കുള്ള സാറിന്റെ ഒരു പ്രവേശനം? ഞാൻ ഈ പുനലൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള അഞ്ചൽ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ, വളരെ പുരാതനമായ കാര്യത്ത് എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിം കുടുംബത്തിലാണ് എൻ്റെ ജനനം. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകനായി ജനിച്ച് അഞ്ചൽ വെസ്റ്റ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഫാമിലി കാര്യത്ത് എന്ന് പറയുന്ന ഒരു ഫാമിലി, വലിയ ഫാമിലി, അതെ. അപ്പോൾ അവർ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ ആദർശങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആ ഫാമിലിയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഞാനൊരു കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായി സ്കൂൾ കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. സ്കൂൾ ലീഡറായി മത്സരിച്ചും സ്കൂളിലെ പ്രതിനിധിയായി വന്നും ഒക്കെ ആ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ KSUവിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു. ഒരു കോൺഗ്രസ്സിന് ഒരു അതിപ്രസരമുള്ള ഒരു മേഖലയായിരുന്നു അഞ്ചൽ എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊക്കെ ഉള്ള ഒരു പ്രചോദനം അഞ്ചലിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതും അത് എനിക്ക് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പോകുന്നതിന് സഹായകമായി എന്ന് വേണം പറയുക. ആ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിയായി അഞ്ചൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് ഞാൻ ഈ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് പ്രീ ഡിഗ്രി കാലത്തൊക്കെ ഉണ്ടായ തിക്ത അനുഭവങ്ങളിൽ നിന്ന് കുറച്ച് എതിർപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇന്ന് വീട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ വീട്ടുകാരിൽ നിന്നല്ല എതിർപ്പുണ്ടായത്, ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ ഭീഷണിയിൽ ഞാൻ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടുന്ന കാലത്ത് വീട്ടുകാർക്കൊരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ ജീവനെ പറ്റി പോലും പേടി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആശയപരമായ ഒരു രാഷ്ട്രീയമായിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ചലിലെ കോൺഗ്രസിന്റെ ശക്തി കണ്ടിട്ട് വിരളി പൂണ്ട ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി അഭികാമ്യമുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും അവർക്ക് ഇവിടെ പറ്റാത്തത് കൊണ്ട് അവർ അന്നത്തെ കാലത്തും ഇന്ന് പോലെയും അവരുടെ ഒരു ചരിത്രം അതാണ്. അവര് ഭീഷണിപ്പെടുത്തുക, അവര് ഗുണ്ടകളെ വെച്ച് ആക്രമിക്കുക, അവര് ഇല്ലായ്മ ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് എന്ന് ഞാൻ താങ്കളോട് സൂചിപ്പിക്കുകയുണ്ടല്ലോ. അത്തരത്തില് ഞാൻ ഓർക്കുകയാണ്, പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ആ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് പ്രീ ഡിഗ്രി ജയിച്ചു. ഞാനത് ഡിഗ്രി വിദ്യാഭ്യാസത്തിനായിട്ട് പോകുമ്പോൾ എൻ്റെ അഡ്മിഷനെ പോലും തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപനമാണ് ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളും പാർട്ടി നേതാക്കളും ഒക്കെ ഉണ്ടായത്. ആ സാഹചര്യത്തിൽ എന്നെ സഹായിച്ചത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അന്ന് വളരെ പരിണിതപ്രജ്ഞനായ വളരെ വളരെ ഗാംഭീര്യമുള്ള ഒരു നേതാവായിരുന്നു ശ്രീ ഭാരതീപുരം ശശി എന്ന് ഞാൻ ഓർക്കുകയാണ്. പിന്നീട് അദ്ദേഹം ഓയിൽ പാം ഇന്ത്യയുടെ ചെയർമാനും പിന്നീട് KPCCയുടെ ഉപാധ്യക്ഷനും ഒക്കെ ആയിരുന്നിട്ടുണ്ട്. ആ ഭാരതീപുരം ശശി അവർകളാണ് എനിക്ക് അന്ന് അഞ്ചൽ കോളേജിൽ എനിക്ക് ഡിഗ്രി വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കി തന്നത്. ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുകയാണ്, കോളേജ് സംഘടനയൊക്കെ നടക്കുമ്പോൾ കോൺഗ്രസിനെ രക്ഷിക്കുന്നതിന് എന്നും ഭാരതീപുരം ശശി അതിന് മുന്നിലുണ്ടായി. ആ കോൺഗ്രസിനെ രക്ഷിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി ചർച്ചകളൊക്കെ നടക്കുമ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ആളുകളെ സംരക്ഷിക്കുന്നതിന് ഓടിയെത്തുന്ന ശ്രീ ഭാരതീപുരം ശശി, ആ ഭാരതീപുരം ശശി അഞ്ചൽ കോളേജിലെത്തുന്നു. അവിടെ എബ്രഹാം പി കോശി എന്നുള്ള ഒരു പ്രിൻസിപ്പളുമായി സംസാരിച്ചിട്ട് എന്നെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ വാങ്ങി ചേരുകയായിരുന്നു. വീണ്ടും ആ ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ KSU പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ വീട്ടുകാരുടെ ഈ വിഷമങ്ങൾക്കിടയിലുമൊക്കെ ഞാൻ എന്നാലും എൻ്റെ മനസ്സിൽ ഉള്ള
വിദ്യാർത്ഥി നേതാവാകണം എന്നുള്ള ആ വാഞ്ച എന്നെയും മുന്നോട്ട് സംഘടനാ പ്രവർത്തന രംഗത്ത് ശക്തമായി പോകുന്ന സമയം വീണ്ടും ഇതര വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ ആളുകളിൽ നിന്നും ഉണ്ടായ ആക്രമണവും മറ്റുമൊക്കെ ഭയന്ന് അവസാനം 2-3 പ്രാവശ്യം അകാരണമായി എന്നെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനും എന്നെ ആ കോളേജിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനും ഉണ്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇവിടെ നിന്ന് നിവൃത്തിയില്ലാതെ എൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ പാർട്ടിയുടെ നിർദ്ദേശത്തോടു കൂടി അന്ന് ഞാൻ ഓർക്കുന്നു ശ്രീ പുനലൂർ മധു ആയിരുന്നു അന്ന് ഇതിന്റെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ്. ആ കാലഘട്ടത്തിൽ എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു കോളേജിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെയും കൂടി സഹായത്തോടും പാർട്ടി നിർദ്ദേശപ്രകാരവും പോകേണ്ടതായ സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഞാൻ ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിലാണ് എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന്റെ 2 വർഷങ്ങൾ ഞാൻ 1986-88 കാലഘട്ടത്തിൽ എനിക്ക് അവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. വളരെ മനസ്സിനുള്ള വേദനയോടുകൂടിയാണ് ഞാൻ ഈ അഞ്ചലിലെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുന്നുവോ എന്ന് സംശയിച്ചുകൊണ്ടാണ് ഞാൻ ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ എത്തുന്നത്. ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ എത്തി ഞാൻ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഓർക്കുകയാണ്, ശ്രീ പുനലൂർ മധു എന്ന് പറയുന്ന KSUവിന്റെ അന്നത്തെ പ്രസിഡന്റ് എന്തോ വിദ്യാർത്ഥി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആ കോളേജിൽ വരുമ്പോൾ അവിചാരിതമായി എന്നെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയും വീണ്ടും ആ കോളേജിലെ KSU പ്രവർത്തനത്തിൽ എന്നെ വ്യാപൃതനാകണമെന്ന് നിർദ്ദേശിക്കുകയും അത് പ്രകാരം ഞാൻ വീണ്ടും KSU പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറിയായും 2 വർഷം അവിടെ പ്രവർത്തിക്കുകയും ആ പ്രവർത്തന കാലഘട്ടത്തിൽ അവിടെ ശ്രീനാരായണ ഗുരു ജനിച്ച ചെമ്പഴന്തിയിലെ വയൽവാരം വീടുമായും ആ ചെമ്പഴന്തി ഗുരുകുലവുമായും വളരെ അടുത്ത് പ്രവർത്തിക്കുന്നതിനും അങ്ങനെ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുമായി വളരെ ഗൗരവത്തിലുള്ള വളരെ അടുപ്പം ഉണ്ടാക്കുന്നതിന് എനിക്ക് അവിടെ സാധിച്ചു എന്നുള്ളത് മറ്റേ വിഷമം ഒരു പരിധിവരെ മറക്കുന്നതിന് സാധിച്ചു എന്ന് വേണം പറയാൻ. അതൊക്കെ കഴിഞ്ഞ് ആ ചെമ്പഴന്തിയിലെ ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഈ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി കൂടുതൽ അടുക്കുകയും ശിവഗിരി ധർമ്മസംഘം മഠവുമായും ശിവഗിരി മഠവുമായുള്ള അടുപ്പം എന്നെ ഇന്റർഫെയ്ത്ത് റിലീജിയസ് കോൺഫറൻസുകളിൽ പങ്കെടുക്കുന്നതിനൊക്കെ ഞാൻ നിരന്തരം ശ്രദ്ധിക്കുകയും കഴിഞ്ഞ വർഷം ആലുവ അദ്വൈതാശ്രമത്തിൽ 1925 ശ്രീനാരായണ ഗുരു മതസൗഹാർദ്ദത്തിന് എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് നടത്തിയ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തെമ്പാടും നടത്തുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് എനിക്കും ഇറ്റലിയിലെ വത്തിക്കാനിൽ നിന്നുകൊണ്ട് അവിടെ പോപ്പിനെ സന്ദർശിക്കുവാനും പോപ്പുമായി നേരിട്ട് സംവദിക്കുന്നതിനുമുള്ള അവസരവും ലഭിച്ചതും ഞാൻ വളരെ സന്തോഷകരമായി കരുതുകയാണ്. ഇത്തരത്തിലുള്ള KSU പ്രവർത്തന കാലം കഴിഞ്ഞ് ഞാൻ സജീവമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലും അവിടെയുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലും ലോ അക്കാഡമിയുമായി ബന്ധപ്പെട്ട് എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായുള്ള അടുപ്പവും പ്രവർത്തനവും ഞാൻ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണാനൊക്കെ ഉള്ള ഒരു മനസ്സുണ്ടാവുക, ആ ഒരു രീതിയിലേക്ക് മാറുക ശ്രീനാരായണീയ ദർശനങ്ങൾ കൂടുതൽ സഹായിച്ചത്? തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ, ഒരു മതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ, അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർവമത സമ്മേളനങ്ങളൊക്കെ എഴുതി വെച്ചത് അറിയിക്കാനുമാണ്, പഠിക്കാനും വായിക്കാനുമല്ല എന്നൊക്കെയുള്ള ഗുരുവിന്റെ വചനങ്ങൾ, ദർശനങ്ങൾ, അതൊരു ആധ്യാത്മിക ദർശനങ്ങൾ, നവോത്ഥാനത്തിന് ശ്രീനാരായണ ഗുരുവിന്റെ സംഭാവനകൾ പഠിക്കുന്നതിനും അതൊക്കെ മനസ്സിലാക്കുന്നതിനും ഞാൻ ഗൗരവമായി ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അതിലുപരി അങ്ങ് പുനലൂരിനെ ഏറ്റവും നന്നായിട്ട് പഠിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ നാടിനെ സ്നേഹിക്കുവാനും എൻ്റെ നാടിന്റെ വികസന കാര്യങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഒത്തിരി അവസരങ്ങൾ എനിക്ക് തിരുവനന്തപുരത്ത് ഞാൻ ലോ അക്കാഡമി വിദ്യാർത്ഥിയായി പിന്നെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു. അഭിഭാഷക സംഘടനാ പ്രവർത്തനം നടത്തി. ഒരു സഹകരണ ഇനിഷ്യേറ്റീവ് അഡ്വക്കേറ്റ്സ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഞാൻ തന്നെ എക്സ്റ്റാബ്ലിഷ് ചെയ്ത വളരെ ഗൗരവമായി നടന്നു പോകുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. സദ്ഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു സോഷ്യൽ ഔട്ട്റീച്ച് ഇനിഷ്യേറ്റീവ് ഞാൻ നടത്തി വരുന്നു. ക്യാൻസർ രോഗബാധിതരായ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് പ്രാമുഖ്യം നൽകുന്ന ഒരു സംഘടനയായി നടന്നു വരുന്നു.
ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, ഞാൻ കുട്ടിത്തം എന്ന പേരിൽ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം ഈ കഴിഞ്ഞ മാസം വർക്കലയിൽ അത് ചെയ്തിരുന്നു. പുനലൂരിലും ഞാൻ അത് അനൗൺസ് ചെയ്ത മാത്രയിലാണ് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തുടനീളം അത്തരത്തിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിന് സദ്ഭാവന ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വർഷം എത്തി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പുനലൂരിനെ പറ്റി പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പുനലൂർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പുനലൂരിന്റെ ഒരു മുഖച്ഛായ മാറ്റുന്നതിന്, അല്ലെങ്കിൽ പുനലൂര് ഇപ്പൊ ഒരുവിധപ്പെട്ട മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയാണ് പുനലൂരിന്. എന്താണ് പുനലൂരിന് സംഭവം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടല്ല, പുനലൂരിനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലുണ്ട്. ഈ പുനലൂർ ഇങ്ങനെ ആയാൽ പോരാ, പുനലൂർ ഇങ്ങനെ ആകേണ്ട ഒരു നിയോജക മണ്ഡലമല്ല, പുനലൂർ ഇങ്ങനെ ആകേണ്ട ഒരു നാടല്ല. പുനലൂരിന് ചരിത്രപരമായും വ്യാപാരപരമായും ഒരു ചരിത്രമുണ്ട്. പുനലൂരിനൊരു പൈതൃകമുണ്ട്. ആ പൈതൃകം ഇന്ന് പുനലൂരിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ടു പോയ ഈ പുനലൂരിനെ പുനർസൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കണം ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ ആളുകളുടെയും മനസ്സിന്റെ കാഴ്ചപ്പാട് എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയുവാനുള്ളത്. കാഴ്ചപ്പാടില്ല ഉള്ള ആളുകൾ ഇവിടെ ജനപ്രതിനിധികളായി വന്നാൽ ആ കാഴ്ചപ്പാടുകളും ഉൾക്കാഴ്ചയും ഉണ്ടാകണം. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഞാൻ അത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് തുടർച്ചയായി 30-35 വർഷത്തിലധികം ഒരു തവണ 1991-96 കാലഘട്ടത്തിൽ ഞങ്ങളുടെ നേതാവായിരുന്ന ശ്രീ പുനലൂർ മധു MLA ആയതൊഴിച്ചാൽ ഭൂരിഭാഗ സമയവും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഒരു ജനപ്രതിനിധിയാണ് പുനലൂരിനെ പ്രതിനിധീകരിച്ചിരുന്നത്. ആ ജനപ്രതിനിധികൾക്കുള്ള ഉൾക്കാഴ്ച, അവരുടെ കാഴ്ചപ്പാട്, വൈകൃതമായ കാഴ്ചപ്പാടുകളാണ് പുനലൂരിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ പുനലൂരിലെ ജനം കൃത്യമായും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു കാലഘട്ടം, ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് അത്തരത്തിൽ ഒരു തീരുമാനമെടുത്ത് ആളുകൾ അതിനെതിരെ പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ തന്നെ അതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നാണ് താങ്കളുടെ ഒരു മനസ്സ്? തീർച്ചയായും തെരഞ്ഞെടുപ്പുകളിലാണല്ലോ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ സാധിക്കുന്നത്, തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. അതുകൊണ്ട് നിർബന്ധമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പുനലൂരിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിന് ഒരു കാഴ്ചപ്പാടുള്ള UDF-നെ പോലെ ഒരു അലയൻസിന് മാത്രമേ അതിന് സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, UDF-ന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ 140 നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിയോജകമണ്ഡലങ്ങളുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു പുതുയുഗയാത്ര എന്ന പേരിൽ ഒരു യാത്ര കടന്നു വരികയാണ്. ആ വികസന അജണ്ടകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പരാജയപ്പെട്ട ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, 10 വർഷക്കാലം കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എവിടെയൊക്കെ പരാജയപ്പെട്ടോ ആ പരാജയപ്പെട്ട കാരണങ്ങൾ നിരത്തിക്കൊണ്ട്, ആ പരാജയപ്പെട്ട കാരണങ്ങൾക്ക് ബദലായി ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കൃത്യമായ ഡോക്യുമെന്റും കൂടിയായിട്ടാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ കടന്നു വരുന്നത്. ഞാൻ പുനലൂരിന്റെ കാര്യത്തിലേക്ക് വരാം. പുനലൂരിന്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് എന്ത് വികസനമാണ്, മലയോര മേഖലയാണ്. ഇത്രയ്ക്ക് ദൈവം കനിഞ്ഞു തന്ന ഒരു നാട് ഈ മേഖലയിൽ കാണില്ല. കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരത്ത് നിന്നും 68 കിലോമീറ്റർ അകലെ, കൊല്ലത്ത് നിന്നും 45 കിലോമീറ്റർ അകലെ ഈ മലയോര മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ നിയോജക മണ്ഡലത്തെ ഇത്രയും നശിപ്പിച്ചതിന് ഈ പുനലൂർ നിയോജക മണ്ഡലം പരാധീനതകളുടെ ഒരു കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പുനലൂരിന്റെ കാര്യം, ഞാൻ എന്നും പുനലൂരിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നിട്ടുണ്ട്. ഞാൻ എവിടെയായിരുന്നാലും മാധ്യമങ്ങളിലൂടെ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുനലൂരിന്റെ പരാധീനകൾ, അവിടെയൊക്കെ ഒരു ജനപ്രതിനിധി ഓടിയെത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ആരും എവിടെയും എത്തുന്നില്ല, ഒന്നിനെയും അഡ്രസ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഒരു പുനലൂർ ഇനി ആവശ്യമില്ല എന്ന് ഇവിടുത്തെ ജനം വിധി എഴുതുന്ന സമയം അതിവിദൂരമല്ല. ഇപ്പൊ ഒരു പുനലൂരിന്റെ പല കാര്യങ്ങളിലും താങ്കൾ ഇടപെടുന്ന ഒരാളാണ്. നമുക്ക് ഒരുപാട് പരാധീനത ഉള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖല. ഇപ്പൊ പുനലൂരിലെ ഒരുപക്ഷെ കേരളത്തിലെ പോലും മോഡൽ ആശുപത്രി എന്ന നിലയിൽ വെച്ചതാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. അതിന് പോലും ഒരുപാട് പരാധീനതകൾ ഇപ്പോൾ നിലവിലുള്ളതാണ്. എന്താണ് അതിന്റെ ഒരു ബദൽ മാർഗം? ഞാൻ ആ ചോദ്യത്തോട് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്.
പുനലൂരിന്റെ താലൂക്ക് ആശുപത്രിയുടെ കാര്യം പറയും. പുനലൂരിന്റെ താലൂക്ക് ആശുപത്രിയല്ല, പുനലൂരിന്റെ ആരോഗ്യ മേഖല. പുനലൂരിന്റെ ആരോഗ്യ മേഖലയിൽ പുനലൂരിലുള്ള ജനങ്ങൾക്ക് പുനലൂരിൽ ചികിത്സയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുനലൂരിലെ താലൂക്ക് ആശുപത്രിയിൽ എന്തൊക്കെയാണ് അവിടെ ഉള്ള സൗകര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ പുനലൂർ ആശുപത്രിയിൽ നമുക്ക് ഒരു രോഗിക്ക് ആവശ്യമായ യാതൊരു അത്യാധുനിക സംവിധാനങ്ങളും അവിടെ ഇല്ല. കാർഡിയാക് അറസ്റ്റ് വരുന്ന ഒരാളിനെ കൊണ്ടു ചെന്നാൽ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയുന്ന ഉത്തരവാദിത്തമുള്ള സ്റ്റാഫുകളുടെ അപര്യാപ്തത അവിടെ ഉണ്ട്. അതിന് കാലാനുസൃതമായിട്ടുള്ള ഉപകരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത വളരെ ഭീമമാണ് എന്നാണ് ഈ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ നേരിട്ട് അന്വേഷിച്ചപ്പോഴും മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയ്ക്ക് ഗൗരവമായ ഒരു കോൺസെൻട്രേഷൻ നടത്തി ആ ആരോഗ്യ മേഖലയെ പരിഷ്കരിക്കുന്നതിന് അത്യാധുനിക നഗരങ്ങളുടെ ഓടം കിടപിടിക്കുന്ന ആരോഗ്യ മേഖല ഈ UDF അധികാരത്തിൽ വന്നാൽ ഈ പുനലൂരിനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് UDFന്റെ കാഴ്ചപ്പാട്. ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30-35 വർഷക്കാലം ഇവിടുത്തെ പ്രതിനിധികൾ, അത് മാറി മാറി വന്ന പ്രതിനിധികൾ യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത ആളുകളായിരുന്നു എന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിലൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ആരോഗ്യ മേഖലയിൽ. ആരോഗ്യ മേഖലയ്ക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ആരോഗ്യ മേഖല പുനലൂരിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഉള്ള പുനലൂരിന്റെ മുക്കിലും മൂലയിലും ട്രൈബൽ ഉൾപ്പെടെ SC ST വിഭാഗങ്ങൾ താമസിക്കുന്ന അധകൃതരായ ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ പോലും ആരോഗ്യ രംഗത്തിന്റെ വെളിച്ചമെത്തുന്നതിന് അവരെയൊക്കെ പ്രത്യേകം സംരക്ഷിക്കുന്നതിനുള്ള ആരോഗ്യരംഗം കെട്ടിപ്പടുക്കുന്നതിന് UDFന്റെ നേതൃത്വത്തിലുള്ള മുന്നണി പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പുനലൂരുമായിട്ട് ബന്ധപ്പെട്ട് പുനലൂരിന്റെ ഒരു പ്രധാന പ്രശ്നം, പുനലൂർ എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളത്തിന്റെ നാട് എന്നുള്ളതാണ് പുനലൂരിന്റെ അർത്ഥമായിട്ട് തന്നെ വരുന്നത്. എന്നാൽ കുടിക്കാൻ വെള്ളമില്ലാതെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു നാട് കൂടിയാണ് പുനലൂർ. ഈ കുടിവെള്ള പ്രശ്നത്തിന് വർഷങ്ങൾ, അതായത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുടിവെള്ള പദ്ധതി ആശ്രയിച്ചാണ് ഇപ്പോഴും പുനലൂർ മുന്നോട്ട് പോകുന്നത്. എന്താണ് അതിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക? കുടിവെള്ളം ആണ് കാതലായ പ്രശ്നം ഓരോ നാടിനും. ഇവിടെ ഞാൻ പണ്ട് ആരോ പറഞ്ഞതുപോലെ വെള്ളം സർവത്ര വെള്ളം, തുള്ളി കുടിക്കാനില്ല എന്നുള്ള സ്ഥിതിയാണ് പുനലൂരിനുള്ളത്. പുനലൂരിന്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ഇവിടുത്തെ ടാങ്കുകളുടെ റീഹാബിലിറ്റേഷൻ, അതുപോലെ അത്യാധുനികമായ കുടിവെള്ള പദ്ധതികൾ. ഈ രാജ്യം ഇന്ന് നമ്മൾ ഡിജിറ്റൽ യുഗമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കുടിവെള്ള പദ്ധതികളും സംവിധാനങ്ങളും ഇവിടെ ഇരുന്ന് നോക്കിക്കാണാൻ കഴിയുന്ന തരത്തിലാണ് ഇന്ന് ലോകം വളരുന്നത്. ലോകത്തിന്റെ വളർച്ചയ്ക്ക് അനുസൃതമായി പുനലൂരിനെ നേരത്തെ പറഞ്ഞ ആരോഗ്യ രംഗത്തായാലും കുടിവെള്ള പദ്ധതിക്കായാലും കുടിവെള്ളം എത്താത്ത ഒരു മുക്കോ മൂലയോ പുനലൂരിൽ ഉണ്ടാകില്ല എന്ന് UDF പറയാൻ ആഗ്രഹിക്കുന്ന തരത്തിലാണ് UDFന്റെ ഇപ്പോൾ ഉള്ള കാഴ്ചപ്പാട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുനലൂര് എന്ന് പറയുമ്പോൾ പുനലൂർ മുനിസിപ്പാലിറ്റി മാത്രം ഉൾപ്പെടുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ 7 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയും കൂടി ഉൾപ്പെടുന്നതാണ് പുനലൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അതിലെനിക്ക് വന്ന് തെന്മല, ആര്യങ്കാവ് ഭാഗങ്ങളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ, കുളത്തൂപ്പുഴ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ തോട്ടം തൊഴിലാളികൾ കൂടുതലുള്ള സാധാരണക്കാർ അവരേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സാധനമാണ് വന്യമൃഗശല്യം എന്ന് പറയുന്നത്. അവരുടെ ജീവനും കൃഷിക്കും ഉപജീവന മാർഗത്തിനും എല്ലാം തടസ്സമുണ്ടാകുന്ന ഒരു തരത്തിൽ ഒരുപക്ഷെ വനം വകുപ്പ് മന്ത്രി വരെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നാടായിട്ട് പോലും ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. കേരളത്തിലുടനീളം ഈ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെക്കാൾ വളരെ രൂക്ഷമാണ് പുനലൂരിലെ ഈ വന്യമൃഗശല്യവും. വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതിന് ത്രൂ ഔട്ട് ദ ഇയർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും അതിനൊന്നും ഈ ജനപ്രതിനിധികൾ ഇവിടെ കൃഷി നശിപ്പിക്കുന്നു, ഇവിടെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു, അതിനെ ഒന്നും അഡ്രസ് ചെയ്യുന്ന ജനപ്രതിനിധികൾ ഇവിടെ ഇല്ല. ആ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അതിനെക്കുറിച്ച് ഉള്ള ഒരു പഠനം നടത്തുവാനോ അത് എങ്ങനെ നിയന്ത്രിക്കാം, ഇപ്പോൾ പഠനം നടത്തുന്നതിന് വളരെ എളുപ്പമുള്ള കാലഘട്ടമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോളാർ ഫെൻസിങ്, അതുപോലെയുള്ള റിമോട്ട് സെൻസിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ അതിവിദൂരമല്ല. പല സ്ഥലത്തും സോളാർ ഫെൻസിങ് പോലെയും അങ്ങനെയുള്ള സെൻസിങ്ങിലൂടെ ഈ മൃഗങ്ങൾ വരുന്നതും അത് നിയന്ത്രിക്കുന്നതിനും ഒക്കെയുള്ള
അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് നമ്മൾ അതിന് മുന്നിട്ടിറങ്ങണം. അത്തരത്തിലുള്ള അത് ജനപ്രതിനിധിയായാലും ഇവിടുത്തെ പൊതുപ്രവർത്തകരായാലും മാധ്യമ പ്രവർത്തകരിലെ ഒരു ജനസമൂഹം അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു കാലത്ത് വ്യാപാരങ്ങളുടെ ഒരു വലിയ മേഖലയായിരുന്നു. വ്യാപാരങ്ങളായാലും വ്യവസായങ്ങളായാലും കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായശാലയായ പുനലൂർ പേപ്പർ മിൽ പോലും പുനലൂർ കല്ലടയാറിനെ ആശ്രയിച്ച് വന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് വ്യവസായ സൗഹൃദമല്ല പുനലൂർ എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവാക്കളാരും പുനലൂർ നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. വ്യവസായവും വ്യാപാരവും ഒന്നിച്ച് ഇത് ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ പോലും ആ കാലഘട്ടം മുതൽ തന്നെ പുനലൂരിലെ വ്യവസായവും വ്യാപാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുനലൂർ നഗരം എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു നഗരമായിരുന്നു. ഇവിടെ തൊഴിലുള്ള ഒരു നഗരമായിരുന്നു. ഇന്ന് യുവാക്കൾക്ക് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതാണ് പുനലൂർ. പുനലൂരിലെ യുവജനങ്ങൾക്ക് തൊഴിലില്ല. ഇന്ത്യ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ഇന്ത്യയിലെ നമ്മുടെ കണക്കനുസരിച്ച് 15 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള യൂത്ത് എന്ന് പറയുന്നത് പുനലൂരിൽ ക്രമാനുഗതമായി വർദ്ധിച്ചിട്ടുണ്ട്. ആ ക്രമാനുഗതമായി വർദ്ധിച്ച യൂത്ത് ഇന്ന് പുനലൂരിലുണ്ടോ? പുനലൂരിൽ നിന്ന് ആ ആളുകൾ നേരത്തെയൊക്കെ ബാംഗ്ലൂരിലും മൈസൂരിലും ഒക്കെ പോയിരുന്നു എങ്കിൽ ഇന്ന് പല വിദേശ രാജ്യങ്ങൾ തിരക്കി നമ്മുടെ യൂത്ത് എല്ലാ സ്ഥലത്തും പോയിരിക്കുന്നു. ഈ പോയിരിക്കുന്ന ആളുകൾ അവിടെ സുരക്ഷിതമാണോ? സുരക്ഷിതമല്ല. അവരുടെ ജീവൻ സുരക്ഷിതമല്ല. പോകേണ്ടുന്ന ഗതികെട്ട അവസ്ഥയിലാണ് അവർ ഇവിടുന്ന് പോകുന്നത്. അവർ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പുനലൂരിന്റെ സമ്പത്ത് നഷ്ടപ്പെടുകയാണ്. ബ്രെയിൻ ട്രെയിൻ എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അതിനാണ്. എന്തുകൊണ്ട് ഈ ബ്രെയിൻ ട്രെയിൻ സംഭവിക്കുന്നു? പുനലൂരിൽ തൊഴിലില്ല. അങ്ങനെ ആവരുത് ഈ പുനലൂര്. പുനലൂരിലേക്ക് തൊഴിൽ തേടി വരുന്ന ഒരു പുനലൂർ ഉണ്ടാകണം നമുക്ക്. ആ പുനലൂർ ഉണ്ടാകണമെങ്കിൽ ഇതിന്റെ കാഴ്ചപ്പാടുകൾ മാറണം. കഴിഞ്ഞ 30-35 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തെ ഈ പുനലൂരിനെ നയിച്ചതുപോലെ ഇനിയും മുമ്പോട്ട് പോയാൽ ഇവിടുത്തെ യുവജനങ്ങൾ, ഒരു യുവജനത്തിനും ഇവിടെ തൊഴിലില്ലാത്ത അവസ്ഥ വീണ്ടും സംജാതമായിക്കൊണ്ടിരിക്കും. ഇവിടെയുള്ള യുവജനങ്ങൾ പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടെയുള്ള അമ്മമാരും അച്ഛന്മാരും ഇവിടെ അനാഥമായി ഈ പുനലൂരിൽ അവശേഷിക്കപ്പെടുന്ന വളരെ ഭയാനകമായ സിറ്റുവേഷൻ ഉണ്ടാകും. ആ സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ തൊഴിലുണ്ടാക്കുവാൻ കഴിയും. ഇവിടെ MSME പാർക്കുകൾ, ഇവിടെ ഡിജിറ്റൽ പുനലൂർ ആകാം. നമുക്ക് IT ഹബ്ബുകൾ, ഇവിടെ വ്യവസായികൾ എത്തുന്ന തരത്തിലുള്ള വികസനം ഉണ്ടാകണം. അങ്ങനെ ഈ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ്. അത് ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് UDFന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഇപ്പൊ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാലഘട്ടത്തിൽ പുനലൂർ അറിയപ്പെടുന്ന, പുനലൂർ എന്ന് പറഞ്ഞ പേര് കൊണ്ട് അറിയപ്പെടുന്നവരെണ്ണമായിരുന്നു പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അത്തരം കാര്യങ്ങൾ പോലും ഈ ശ്രീരാമപുരം മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ ഇവിടുത്തെ ചെറുകിട കച്ചവടം നിലച്ചിരിക്കുകയാണ് പൂർണ്ണമായി. അത് മറ്റു ചില കാരണങ്ങൾ ഉണ്ടാകാം. ഇവിടെ ചെറുകിട കച്ചവടക്കാർക്ക് കച്ചവടം നിലച്ചിരിക്കുന്നു. ആ മാർക്കറ്റ് നശിച്ച അവസ്ഥയിലാണ്. ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടം നശിച്ചിരിക്കുന്നു. ഇവിടെ വഴിയോര കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ ഫുട്പാത്ത് കച്ചവടക്കാർക്ക്, തട്ടുകടക്കാർക്ക് പ്രത്യേകമായ ഒരു സ്ഥലമില്ല. അവർക്ക് ചെറുകിട കച്ചവടക്കാരും അത്തരത്തിലുള്ള ബിസിനസ്സുകാരും ഇവിടെ ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് വളരെ നോമിനലായ രീതിയിൽ, ഇൻട്രസ്റ്റ് വേണ്ട എന്നല്ല, നോമിനലായ ഇൻട്രസ്റ്റിൽ സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള ചെറുകിട കച്ചവടക്കാരെ കൂടി പുനരുദ്ധരിപ്പിക്കുന്നുള്ള സംവിധാനം ഉണ്ടാവും. ഈ സമൂഹത്തിലുള്ള എല്ലാത്തരം ആളുകളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കേണ്ടുന്ന സാമൂഹിക പ്രവർത്തകർ, അത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള സാമൂഹിക പ്രവർത്തകരും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജനവും ഉണ്ടാകുമ്പോഴാണ് ഓരോ സ്ഥലത്തിനും വികസനം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു വികസന കാഴ്ചപ്പാടുണ്ടാവണം. ആ വികസന കാഴ്ചപ്പാടുള്ള ആളുകൾ ഇവിടെ ജനപ്രതിനിധികളായി വരണം. അത്തരത്തിലുള്ള ജനപ്രതിനിധികളും അത്തരത്തിൽ കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെന്റും ഉണ്ടായാൽ ഇവിടെ ഈ പുനലൂരിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ദുർഘട അവസ്ഥയിൽ നിന്ന് പുനലൂരിനെ ഇനിയും രക്ഷിക്കാൻ പറ്റും. വളരെ അന്തിമഘട്ടത്തിലാണ് പുനലൂർ എന്ന് പറയുന്ന ഈ അവസാന ഘട്ടത്തിലാണ്. ഏത് മേഖല എടുത്ത് നോക്കിയാലും, നേരത്തെ പറഞ്ഞ ആരോഗ്യം, ഇപ്പൊ പറഞ്ഞ യുവജനങ്ങൾക്ക് തൊഴിലില്ലായ്മ, നേരത്തെ പറഞ്ഞ വന്യജീവി സംരക്ഷണം, കർഷകരുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. കർഷകരുടെ അവസ്ഥ, കുടിവെള്ള പ്രശ്നങ്ങളെ പരിഹരിക്കണം. അതുപോലെ കോളനികൾ അവരെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരണം. കോളനികളിലേക്കുള്ള റോഡുകളും
അവരുടെ കുടിവെള്ള പ്രശ്നങ്ങളും അവരെ പ്രത്യേകമായി അഡ്രസ് ചെയ്യണം. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ട്രൈബൽ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ നോക്കിക്കാണണം. ആരും നോക്കിക്കാണാത്ത അവസ്ഥ, അവര് രണ്ടാംകിട പൗരന്മാരായി കാണുന്ന അവസ്ഥ മാറണം പുനലൂരിൽ. അത്തരത്തിലുള്ള ആളുകൾക്ക് ദിവസവും അവരുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം. അതിനുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതി ഉണ്ടാവണം. ഇവിടുത്തെ പുരോഗമനം നിലച്ചിരിക്കുന്നു. അഴിമതിരഹിതമായ ഒരു പുരോഗമന സംവിധാനം പുനലൂരിന് ഉണ്ടാകണം. എല്ലാവർക്കും അറിയുന്ന ട്രാൻസ്പെറന്റ് ആയ ടെൻഡറുകൾ വൈകിപ്പിക്കുക, ഫണ്ടുകൾ ലാപ്സാക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇതിന് മോചനമുണ്ടാകണം. എന്നാൽ മാത്രമേ പുനലൂരിന്റെ വികസനം, ടൂറിസം ഞാൻ നമ്മൾ അതിലേക്ക് കടന്നു വന്നില്ല. ടൂറിസം മേഖല, ടൂറിസം ദൈവം തന്ന ഒരു വരദാനമാണ് എന്ന് അതിനെ സൂചിപ്പിക്കാം. നേരത്തെ പറഞ്ഞ ഈ മലയോര പ്രദേശത്ത് ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം ഫെസ്റ്റിവലുകൾ നടത്തി നമ്മളെ ടൂറിസത്തിനെ കുറിച്ച്, പുനലൂരിന്റെ ടൂറിസത്തിനെ കുറിച്ച് പുറത്തറിയുന്ന തരത്തിലേക്ക് പുനലൂരിലേക്ക് ആളുകൾ തിരക്കി വരണം. ഇന്ന് കാണുന്ന പുനലൂരല്ല നമുക്ക് വേണ്ടത്. ഈ പുനലൂരിന്റെ പ്രതാപം വീണ്ടെടുക്കുന്നതിന് ജനങ്ങളെ കൂടെ നിർത്തി, ജനങ്ങളെ ചേർത്ത് നിർത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനുള്ള നേതൃത്വം ഉണ്ടാകണം എന്നാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പം യുവജനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമായിരുന്നു ഈ വിദ്യാഭ്യാസ മേഖല. പൊണ്ടൂര് +2 വരെയുള്ള വിദ്യാഭ്യാസം ഒക്കെ അത് കഴിഞ്ഞാൽ ഒരു ശ്രീനാരായണ കോളേജ് മാത്രമേ നമുക്ക് പൊണ്ടൂരായിട്ടുള്ളൂ. അത് ടെക്നിക്കൽ പരമായിട്ട് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം വരുന്നതിനോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും പൊണ്ടൂര്. യുവജനങ്ങളുടെ നേരത്തെ ബ്രെയിൻ ട്രെയിനിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബ്രെയിൻ ട്രെയിൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, യുവാക്കൾക്ക് തൊഴിൽ നൽകണമെങ്കിൽ അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യം മുതൽ അത്യാധുനിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വരെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കോഴ്സുകൾ നൽകുന്ന സംവിധാനങ്ങൾ, അത് ടെക്നിക്കലായാലും എല്ലാ തരത്തിലുമുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പുനലൂരിലും അനിവാര്യമാണ്. പുനലൂരിലേക്ക്, അത് നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്, പുനലൂരിലേക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൂടുതലായി എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള ആളുകൾ നേതൃത്വം നൽകിയില്ല എന്ന് വേണം പറയുവാൻ. ഇനിയുള്ള കാലം അത് മാറണം, അത് മാറും. മാറണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരണം. ആ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനോടൊപ്പം തന്നെ പുനലൂരിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്ന് താങ്കൾ. പുനലൂരിൽ തീർച്ചയായും ഒരു ഭരണമാറ്റം ഉണ്ടാകണം. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പറഞ്ഞ 30 വർഷമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു 1971 പുനലൂർ മധു MLA ആയ ആ കാലഘട്ടം, 91-96 കാലഘട്ടം ഒഴിച്ചാൽ അന്ന് ശ്രീ ഗോപാലൻ സാർ മുതൽ തുടങ്ങി ഇങ്ങോട്ട് വന്ന MN ഗോവിന്ദൻ നായർ ഉൾപ്പെടെയുള്ള MLA മാർ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി നശിച്ച് നാമാവിശേഷമായ ഒരു നിയോജക മണ്ഡലം, ഒരു പ്രദേശം, ആ പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ അറിയാതെ പോയി. ആ ടൂറിസം സാധ്യതകളെ വർദ്ധിപ്പിച്ച്, ആ ടൂറിസം സാധ്യതകളെ അനധിവിദൂര ഭാവിയിൽ ആ ടൂറിസം സമജ്ഞകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഗൗരവമായി, അതും തൊഴിൽ നൽകുന്ന കാര്യങ്ങളാണ്. ടൂറിസത്തിനായി ആളുകൾ എത്തുകയും തമിഴ്നാടുമായി ബന്ധിപ്പിച്ചപ്പെട്ട ഈ പ്രദേശം എത്ര മനോഹരമായി ടൂറിസം ഉണ്ടാക്കാം, അതിന് കാഴ്ചപ്പാടുണ്ടാകണം, അതിന് അനുഭവ സമ്പത്തുണ്ടാകണം. ആ അനുഭവ സമ്പത്തുകളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ അനുഭവ സമ്പത്തുകളെ ഇവിടെ കൊണ്ടുവന്ന്, അവിടുന്ന് ആളുകളെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സംവിധാനങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിനുള്ള പദ്ധതികളും പരിപാടികളും ഉൾക്കാഴ്ചയോടുകൂടി പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ഈ പുനലൂരിന് ഒരു വികസന സാധ്യതയുള്ളൂ. പുനലൂരിന്റെ വികസനം ഒരു സ്വപ്ന പദ്ധതിയായി മാത്രം കാണാൻ കഴിയില്ല, യാഥാർത്ഥ്യമായ വികസനങ്ങളാണ്. വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രം ഇവിടെ ആർക്കും നേടാനാകില്ല. വാഗ്ദാനങ്ങൾ ഇന്ന് കഴിഞ്ഞ കാലങ്ങളെ പോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ജനപ്രതിനിധികളോ ഒക്കെ വാഗ്ദാനങ്ങളുമായി പോയാൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടം ആണ് ഇത് എന്നുള്ളത്. അത് ആ അവസ്ഥ കൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കുടിവെള്ളത്തിന്റെ പ്രശ്നം വന്നാൽ പ്രതികരിക്കുന്ന ജനം ഇവിടെ ഉണ്ടാവണം. ഇവിടെ ആരോഗ്യ പ്രശ്നം വന്നാൽ ഇവിടെ അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ നിരവധിയായ പ്രശ്നങ്ങൾ, സ്പോർട്സ്, യുവജനങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിന് ഉള്ള ക്യാമ്പയിൻ നമുക്ക് ഗൗരവമായി കാണേണ്ടതുണ്ട്. സ്പോർട്സ് ഹബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട്, അത്യാധുനിക സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അവരുടെ അത്തരത്തിലുള്ള കലാവാസനകളെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളും പദ്ധതികളും നമുക്ക്
രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട് റീബിൽഡ് പുനലൂരാണ്. ഒരു പുതിയ റീബിൽഡ് പുനലൂർ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള കാഴ്ചപ്പാട്. ഒരു ഡിജിറ്റൽ പുനലൂരിന് വേണ്ടി, ഒരു ഡിജിറ്റൽ ഹബ്ബാക്കി പുനലൂരിനെ മാറ്റുന്നതിനുള്ള പരിപാടികളും പദ്ധതികളുമാണ് നമുക്ക് മനസ്സിലുള്ളത്. അതാണ് UDF ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. UDF അതിന് പ്രതിജ്ഞാബദ്ധമായ ഒരു സംവിധാനമാണ് എന്നുള്ളത് കൊണ്ടാണ് UDFന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇലക്ഷന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തൃത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് ഉണ്ടാക്കിയ ഒരു അനുകൂല ഘടകങ്ങൾ, അല്ലെങ്കിൽ UDF അനുകൂലമായ ഒരു കാറ്റ് ആ സമയത്ത് വീശിയത് UDF കേന്ദ്രങ്ങളെ കൂടുതൽ ഒരു ആവേശത്തിലാക്കുകയാണ്, അതൊരു ഓവർ കോൺഫിഡൻസിലേക്ക് നയിക്കുകയാണ്? ഇല്ല, ഒരിക്കലും ഓവർ കോൺഫിഡൻസ് അല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഈ സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഓഡിറ്റാണ് ഗവൺമെന്റിനെ കുറിച്ച്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു റീബിൽഡ് കേരള പൊന്നൂരിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ശ്രീ അഡ്വക്കേറ്റ് ഷിഹാബുദ്ദീൻ അവർ ഇപ്പോൾ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. എന്താണ് പൊന്നൂരിന് സംഭവിച്ചത്, എന്തൊക്കെയാണ് പൊന്നൂരിന് വേണ്ടുന്ന മാറ്റങ്ങൾ? ഈ തിരക്കിനിടയിലും ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി സാർ. ഓൾ ദി ബെസ്റ്റ്. സന്തോഷം. താങ്ക് യു സാർ. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. താങ്ക് യു.